പ്രിയരെ, പരമോന്നത നീതിപീഠത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭരണഘടന ചോദ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിയമസഭകൾ പാസാക്കുന്ന ബില്ലിന്മേൽ സംസ്ഥാന ഗവർണർ തീരുമാനമെടുക്കാതെ പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്ന ബില്ലുകളുടെ മേൽ പ്രസിഡന്റിനും തീരുമാനമെടുക്കാൻ സമയപരിധി കൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപിച്ചിരുന്നു. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രസിഡൻഷ്യൽ റെഫറൻസ് ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡൻഷ്യൽ റെഫറൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽ വൻ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ഇതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിക്കാൻ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉപജ്ഞാതാക്കൾ വിവക്ഷിച്ചിരുന്നത് ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. എന്ന് പറഞ്ഞാൽ ജനഹിതം അഥവാ പോപ്പുലർ വിൽ എന്ന് പറയുന്നത് നമ്മളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ്, പ്രസിഡന്റിനല്ല, ഗവർണർക്കുമല്ല. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 സംവിധാനങ്ങൾ രാജ്യത്തുണ്ടായനെ, പ്രധാനമന്ത്രിയും പ്രസിഡന്റും. അപ്പോൾ ആർക്കാണ് ഇതിൽ കൂടുതൽ അധികാരം എന്നൊരു ചോദ്യം തന്നെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത്. പോപ്പുലർ വിൽ എന്ന് പറയുന്നത്, ജനഹിതം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിയമസഭയിലും കേന്ദ്രത്തിൽ അത് ഇന്ത്യൻ പാർലമെൻറ്റിലും തന്നെയാണ്. ഇത് തീർത്തും സുനിശ്ചിതവുമാണ്. ഇതിനെക്കുറിച്ച് ധാരാളം സുപ്രീം കോടതി വിധികളും വന്നിട്ടുണ്ട്. ഉദാഹരിക്കുകയാണെങ്കിൽ 1971 UNR റാവു വേഴ്സസ് ഇന്ദിരാഗാന്ധി, 1974 7 അംഗ ഭരണഘടനാ ബെഞ്ച് ഷംസർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഇതിലൊക്കെ വ്യക്തമായ കാര്യമാണ്, പ്രസിഡന്റ് അഥവാ ഗവർണർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് മാത്രമാണ്, ഒരു ഫിഗറേറ്റീവ് ഹെഡാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് മാത്രമാണ്, ഭരണഘടനാ തലവൻ. ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ ഹീസ് ദി അൾട്ടിമേറ്റ് പെർസോണിഫിക്കേഷൻ ഓഫ് ദ നേഷൻ. രാജ്യം വരുന്നതിന് തുല്യമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ആൾരൂപമാണ്. അതൊരു ഇന്ത്യൻ പ്രസിഡന്റാണ് പ്രഥമ പൗരൻ. അപ്പോൾ രാജ്യം തന്നെ വരുന്നു എന്നുള്ളതാണ് വിവക്ഷ. പക്ഷേ അധികാരം തീർത്തും ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥ അധികാരം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുമാണ്. ഈ ഷംഷർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ 1974 വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ ബെഞ്ച് മുമ്പേ വന്ന ഒരു കേസിൽ പറഞ്ഞേക്കുന്നത്, ദ പ്രസിഡന്റ് ഹാസ് ടു ആക്ട് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഹി സീസ് ത്രൂ ദെയർ ഐസ് ആൻഡ് ഹിയേഴ്സ് ത്രൂ ദെയർ ഇയേഴ്സ്. ഇന്ത്യൻ പ്രസിഡന്റിന് കണ്ണുകളോ കാതുകളോ ഇല്ല. ഇന്ത്യൻ പ്രസിഡന്റ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രി നയിക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ്. ഇതിനപ്പുറം എങ്ങനെയാണ് പ്രസിഡന്റിൻ്റെ അധികാരത്തെ വ്യക്തമാക്കുന്നത്? അതുപോലെ തന്നെ പ്രസിഡന്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന, അതായത് യൂണിയൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഗവർണർമാർക്ക് ഉള്ള അധികാരത്തെയും ഇതിനപ്പുറം എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളിലും ഇന്ത്യൻ പാർലമെൻറ്റിലും തന്നെയാണ്. അവരുടെ ഉപദേശപ്രകാരം ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇന്ത്യയിലാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സംസ്ഥാനത്താണെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവരുടെ ഉപദേശപ്രകാരം മാത്രമേ പ്രസിഡന്റിനും ഗവർണർമാർക്കും പെരുമാറാൻ പറ്റുകയുള്ളൂ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് തീർത്തും ഭരണഘടന സുവ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ത്യൻ ഫെഡറലിസത്തിന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ ഭരണഘടന എന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ലീഗൽ ലിറ്ററേച്ചറാണ്.
സംശയം വേണ്ട, ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ 78 കൊല്ലമായി ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിപ്പിച്ച ഒരു ഭരണഘടന തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ രാജ്യം 1947 പിറവിയെടുത്തപ്പോൾ ഈ റിപ്പബ്ലിക്ക് ഒരുപാട് കാലം മുൻപോട്ട് പോകില്ല എന്ന് ചിന്തിച്ച ധാരാളം ആൾക്കാരുണ്ട്. നമ്മളുടെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലുതായിരുന്നു. എന്നാൽ ഈ ഭരണഘടന തീർത്തും വിഭിന്നരായ വിവിധ മതക്കാർ, വിവിധ ജാതിക്കാർ, ഉപജാതികൾ, വിവിധ റേസിലുള്ളവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ വസ്ത്രം ധരിക്കുന്നവർ, വിവിധ സാംസ്കാരിക തനിമയുള്ളവർ, ഇവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ ഭരണഘടന കഴിഞ്ഞു. അപ്പോൾ തീർത്തും ഒരു പ്രവർത്തിക്കുന്ന ഭരണഘടന തന്നെയാണ് നമ്മളുടെ ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടിങ് ഫാദേഴ്സ്, ഇതിൻ്റെ ഉപജ്ഞാതാക്കൾക്ക് വരുംകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പലതും മുന്നിൽ കാണാനും കഴിഞ്ഞു. പക്ഷേ പല ഏടുകളിലും ചില ബുദ്ധിമുട്ടുകൾ ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. 1989 വരെ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ കോ എക്സിസ്റ്റൻസ് ഓഫ് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ ഭരണഘടനയിൽ വിവക്ഷിച്ചേക്കുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഉണ്ട്. ഇതിൻ്റെ ഒരു കൂടിച്ചേരലാണ് ഇന്ത്യൻ ഫെഡറലിസം. എന്നാൽ 1989 SR ബൊമ്മെ കേസ് വരെ ധാരാളം സംസ്ഥാന ഗവൺമെൻറ്റുകളെ, കേന്ദ്രത്തിന് രുചിക്കാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളെ ധാരാളമായി പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. അത് ഭരണഘടന ഉപജ്ഞാതാക്കൾ വിവക്ഷിച്ചിരുന്ന കാര്യമല്ല. എന്നാൽ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ കാണുന്നത് കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റുകൾക്ക് താല്പര്യമില്ലാത്ത, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ അവർക്ക് ഉള്ള അധികാരത്തെ അതിന് വിലങ്ങുതടിയായിട്ട് ഗവർണർമാർ നിൽക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളുടെ മേൽ ആർട്ടിക്കിൾ 200 പ്രകാരമാണ് എന്തൊക്കെ ചെയ്യാമെന്ന്, ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാം. ഗവൺമെൻറ് 4 കാര്യങ്ങൾ ചെയ്യാം. 1, അസെൻറ്റ് കൊടുക്കാം, ഗവൺമെൻറ്റിന് അനുവാദം കൊടുക്കാം, ആ ബില്ലിന് അനുവാദം കൊടുക്കാം, അപ്പോൾ ഒരു നിയമമായി മാറും. അല്ലെങ്കിൽ അനുവാദം കൊടുക്കാതെ ഗവർണർക്ക് പിടിച്ചു വയ്ക്കാം. 3, എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അതിന് രേഖ കൊടുത്ത് നിയമസഭയിലേക്ക് തിരിച്ചുവിടാം. നിയമസഭ വീണ്ടും പാസ്സാക്കുകയാണെങ്കിൽ ഗവർണർ അത് ഒപ്പിട്ടേ പറ്റുള്ളൂ. അതല്ല എങ്കിൽ തീരുമാനം ഗവർണർ എടുക്കാതെ പ്രസിഡന്റിനായി വിട്ടുകൊടുക്കാം. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഗവർണറിന് പറ്റുകയുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 200 നിയമമുണ്ടാക്കുന്ന കാര്യത്തിൽ ഗവർണറുടെ അധികാരം, സംസ്ഥാന ഗവർണർമാരുടെ അധികാരത്തെ വ്യക്തമാക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാം? അസെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അസെൻറ്റ് കൊടുക്കാതിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഒരു കുറിപ്പെഴുതി നിയമസഭയ്ക്ക് കൊടുക്കാം. മാറ്റങ്ങൾ, എനിക്ക് ചില സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റം വരുത്തണ്ടേ, ഒരു അഭിപ്രായം ആലോചിക്കാം. പക്ഷേ അഭിപ്രായം മറികടന്നുകൊണ്ട് നിയമസഭ വീണ്ടും പാസ്സാക്കുകയാണെങ്കിൽ ഗവർണർ ഉത്തരവ് നൽകിയേ പറ്റുള്ളൂ, ഒപ്പിട്ടേ പറ്റുള്ളൂ. അതല്ല എങ്കിൽ പ്രസിഡന്റിന് കൊടുക്കാം. ഇനി ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടിങ് ഫാദേഴ്സ് പറഞ്ഞേക്കുന്നത് എന്ത് തന്നെ ആവട്ടെ, ദ ഗവർണർ ഹാസ് ടു ടേക്ക് ദ ഡിസിഷൻ ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ലിറ്ററേച്ചറിൻ്റെ ലെറ്ററും സ്പിരിറ്റും ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുകയാണെങ്കിൽ ഭരണഘടനാ ഉപജ്ഞാതാക്കൾ വിചാരിച്ചിരിക്കുന്നത് ഗവർണർ തീരുമാനം ഉടനടി എടുക്കണം. പക്ഷേ ഉടനടി എന്നത് എത്ര സമയം കൊണ്ട് വിവക്ഷിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, 2 മാസം 3 മാസം എന്ന് പറഞ്ഞത്. അതിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. എന്നാൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ ഗവർണർമാർ നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ മേൽ അടയിരിക്കുകയാണ്. അവർ തീരുമാനമെടുക്കില്ല, അവർ അസെൻറ്റ് കൊടുക്കില്ല, കാരണം പറയില്ല, തിരിച്ചയക്കില്ല, പ്രസിഡന്റിനും അയച്ചു കൊടുക്കില്ല. അപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് ഭരിക്കാനുള്ള അവകാശത്തിന് മേലാണ് തട വീഴുന്നത്. ഇതിനെതിരായി ധാരാളം സംസ്ഥാനങ്ങൾ, കേരളവും പഞ്ചാബും തമിഴ്നാടും ഒക്കെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഗവർണർമാർ ഭരണഘടനാ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കണം എന്ന അഭിപ്രായം പറഞ്ഞു. അപ്പോഴും ഗവർണർമാർ, പ്രത്യേകിച്ചും തമിഴ്നാട് ഗവർണർ, തീരുമാനങ്ങളൊന്നും തന്നെ എടുത്തില്ല. പകരം അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. പ്രസിഡന്റിൻ്റെ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളുടെ മേലുള്ള അധികാരം നിർവചിക്കുന്നത് ആർട്ടിക്കിൾ 201 പ്രകാരമാണ്. പ്രസിഡന്റും തീരുമാനങ്ങളൊന്നും തന്നെ എടുത്തില്ല. ഈ ഘട്ടത്തിലാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് അതിന്മേൽ ഒരു സുപ്രധാന വിധിയെടുക്കുന്നു.
സമയപരിധികൾ നിശ്ചയിക്കുന്നു. ഗവർണർക്ക് ഇത്ര കാലം സമയപരിധി, അതിനുള്ളിൽ ഗവർണർ തീരുമാനമെടുത്തിരിക്കണം. പ്രസിഡന്റ് ഇത്ര കാലം സമയപരിധി, അതിനുള്ളിൽ പ്രസിഡന്റ് തീരുമാനമെടുത്തിരിക്കണം. ഇതൊരു വളരെ സുപ്രധാനമായ വിധിയായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകൾ, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെല്ലാം ഇതിനെ വെൽക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഉടനെ മാത്രമല്ല, ഒരു കാര്യം കൂടെ, ആർട്ടിക്കിൾ 142 ഡൂയിങ് കംപ്ലീറ്റ് ജസ്റ്റിസ്, അതിന് പറയുന്നത് ഡൂയിങ് കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നാണ്. സുപ്രീം കോടതിക്ക് പരമപ്രധാനമായ സവിശേഷമായ ഒരു അധികാരം. ഇതൊക്കെ വളരെ വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന കാര്യമാണ്, വളരെ പ്രത്യേകതരമായ അധികാരമാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 പ്രകാരം ഒരു തീരുമാനമെടുത്താൽ അത് രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിന് തുല്യം തന്നെയാണ്, അതൊരു നിയമം തന്നെയാണ്, പിന്നെ അതിന് ചോദ്യം ചെയ്യപ്പെടില്ല. സുപ്രീം കോടതി ആ വജ്രായുധം പ്രയോഗിച്ചു. 142 വകുപ്പ് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞു, പ്രസിഡന്റ് ഇത്രയും കാലം തടഞ്ഞു വെച്ചേക്കുന്ന ഈ ബില്ലുകൾക്കൊക്കെ പ്രസിഡന്റിന് അനുമതി ലഭിച്ചതായി കരുതാം. ഇത് ഇമ്മീഡിയറ്റ്ലി ഇത്രയും കാലം തടഞ്ഞു വെച്ചിക്കപ്പെട്ട പല 23 മാസത്തോളമൊക്കെ തടഞ്ഞു വെച്ചിക്കപ്പെട്ട ബില്ലുകൾക്കെല്ലാം പ്രസിഡൻഷ്യൽ അസെന്റ് കിട്ടിയതായി, പ്രസിഡന്റിന്റെ സമ്മതം കിട്ടിയതായി അംഗീകരിക്കപ്പെടുകയും കൽപ്പിത അംഗീകാരം ലഭിക്കുകയും അത് നിയമമായി മാറുകയും ചെയ്തു. ഉടനെ കേന്ദ്ര ഗവൺമെൻറ് ആർട്ടിക്കിൾ 143 പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ മേലുള്ള ഏതൊരു അവ്യക്തത, ആംബിഗ്വിറ്റിയുടെയും മേൽ അവസാനമായി കൽപ്പിക്കുന്നത്. സുപ്രീം കോടതിക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിനോ പ്രസിഡന്റിനോ, ഗവൺമെൻറ്റിന് എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന് ഭരണഘടനയെ മേൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡൻഷ്യൽ റെഫറൻസിന് പോകാം. അപ്പോൾ ഇപ്പോൾ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 200 പ്രകാരവും സംസ്ഥാന ഗവർണർക്കും ആർട്ടിക്കിൾ 201 പ്രകാരം പ്രസിഡന്റിനും സംസ്ഥാനം പാസാക്കുന്ന ബില്ലുകളുടെ മേൽ സമയം കൽപ്പിക്കാനുള്ള അധികാരമുണ്ടോ? 2, 142 വകുപ്പ് ഉപയോഗിച്ച് കൽപ്പിത അംഗീകാരം നൽകാനാകുമോ? ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ? ഇതൊക്കെയാണ് ഭരണഘടനാപരമായ ചോദ്യങ്ങൾ ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയുടെ മേൽ ഉന്നയിച്ചിരിക്കുന്നത്. 2 ഭാഗവും അതിശക്തമായി വാദിക്കുന്നുണ്ട്. സുപ്രധാനമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായി പറയുന്നത്, പോപ്പുലർ വിൽ എന്ന് പറയുന്നത്, ജനഹിതം എന്ന് പറയുന്നത് ഇലക്ട് ചെയ്യപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് തന്നെയാണ്. സംസ്ഥാന തലത്തിൽ ചീഫ് മിനിസ്റ്ററും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും തന്നെയാണ് നമ്മൾ നേരിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട ജനനേതാക്കന്മാർ. നമ്മളുടെ നിയമസഭകളും പാർലമെൻറ്റും പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മേൽ പരിമിതമായ അധികാരങ്ങൾ മാത്രമേ പ്രസിഡന്റിനും ഗവർണറിനും ഉണ്ടാകാവൂ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വാദം പറയുന്നത്, ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമല്ലേ സംഭവിക്കുന്നത്, ഒരുവിധപ്പെട്ട ബില്ലുകളെല്ലാം പാസ്സാക്കുന്നുണ്ടല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ആ സമയത്ത് സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ എന്നാണ് ചോദ്യം. തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്? നിയമപരമല്ലാത്ത ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ല് പാസ്സാക്കപ്പെടുകയാണെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമായ കണ്ടന്റുകളുള്ളൊരു ബില്ല് പാസ്സാക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഗവർണറോ പ്രസിഡന്റോ അംഗീകാരം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത്? അപ്പോൾ ഭരണഘടനയുടെ സ്പിരിറ്റ് അത് തന്നെയല്ലേ? ഭരണഘടനയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ അധികാരം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾക്കും പാർലമെൻറ്റും തന്നെയാണ്. ഒരു ജനാധിപത്യത്തിൽ നിയമമുണ്ടാകേണ്ടത് പാർലമെൻറ്റിൽ നിന്നാണ്, സംസ്ഥാന തലത്തിൽ നിയമസഭകളിൽ നിന്നാണ്. അതിനുമേൽ പരിമിതമായ അധികാരം മാത്രമേ പ്രസിഡന്റ് അഥവാ കേന്ദ്ര ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഏജൻറ്റുമാരായ ഗവർണർമാർക്കുമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കേവർക്കും പരമോന്നത നീതിപീഠത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ഏറ്റവും പുത്തൻ ഉത്തരവിനായി കാത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി ഞാൻ വീണ്ടും വരും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരന്തരം ഇത്തരം വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി, നമസ്കാരം.